മഴത്തോരു മുമ്പേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ അലീന എണീറ്റ് വരുന്ന സമയത്ത് പൗലോസ് കടയിൽ പോകുന്ന കാഴ്ചയാണ് അലീന കാണുന്നത്. അങ്ങനെ പൗലോസേട്ടനോട് പോയി ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ തീർന്നിരുന്നു, അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ വന്ന സമയത്ത് ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ച് വന്നിരുന്നല്ലോ, അതൊക്കെ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ തീർന്നു, കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്, പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അലീന കിച്ചണിലോട്ട് പോയിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. ആ സമയത്ത് മൊത്തം അവിടെയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അലീന നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ തവണ വാങ്ങിച്ച സാധനങ്ങൾ തീരേണ്ട സമയം കഴിഞ്ഞോ, ഇത്രയും പെട്ടെന്ന് ഇത്രയും കാലിയാവുന്ന വെച്ചാൽ നമ്മളിവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ പൗലോസ് കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസ് ഏട്ടാ, സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൈസ കൊടുത്താണോ വാങ്ങിക്കുക, അല്ലെങ്കിൽ മാസത്തിലാണോ പൈസ കൊടുക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മാസത്തിൽ ഒന്നായിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ പറ്റായിട്ട് വാങ്ങി വരികയാണ് ചെയ്യുക, എന്നിട്ട് ബുക്കിൽ രേഖപ്പെടുത്തും, കടക്കാരനും ബുക്കിൽ രേഖപ്പെടുത്താറുണ്ട്, അതാണ് ചെയ്യൽ പതിവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അരിയും സാധനങ്ങളും ഒക്കെയാണ് കുഞ്ഞേന്ന് പറയുകയാണ്. അപ്പം അരിയോ നോക്കട്ടെ, ആ ബില്ലൊന്ന് നോക്കട്ടെ, എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയാലോ, ഇവിടെ എന്തൊക്കെ പാചകം ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൂടെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ആ ബില്ല് നോക്കുന്ന സമയത്ത് അതിൽ 50 കിലോ അരിയുടെ കണക്കൊക്കെ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് പൗലോസേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൽ 50 കിലോ അരി എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷേ പൗലോസേട്ടൻ കൊണ്ടുവന്ന കണക്ക് നോക്കുമ്പോൾ 50 കിലോൻ്റെ ആ ഒരു മേന്മയൊന്നും കാണുന്നില്ലല്ലോ, ഇനി കടക്കാരന് മാറിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ കുഞ്ഞെ ഇപ്പോൾ വാങ്ങിച്ചത് ഒരു 35 കിലോനേ ഉള്ളൂ, ബാക്കിയുള്ള 15 കിലോന് മുൻപ് വാങ്ങിച്ചതും കൂടെ ചേർത്ത് എഴുതിയതാണ്, അന്ന് എഴുതാൻ വിട്ടുപോയി, ഞാൻ ബുക്ക് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് എഴുതി ചേർത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അല്ല അതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഒരു കടയിൽ പോകുമ്പോൾ അതൊക്കെയല്ലേ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന ആ ബുക്കിൽ നിന്നും മുൻപ് വാങ്ങിയ സാധനത്തിൻ്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അതിലും അരി വാങ്ങിച്ച കണക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പൗലോസേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസേട്ടാ, ഇതിൽ മുമ്പ് നിങ്ങൾ 30 കിലോ വേറെ അരിയും വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരാഴ്ച കൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ, ഒരാഴ്ച കൊണ്ട് 30 കിലോ അരിയൊക്കെ തിന്ന് തീർക്കാമെന്ന് പറയുമ്പം അത്രയ്ക്കും ഇവിടെ ഫുഡും ചോറും കഴിക്കുന്നവരാരാ ഉള്ളത്, പപ്പയാണെങ്കിൽ അത്ര കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, നിങ്ങളൊക്കെ എന്താ വെറും ചോറ് മാത്രമാണോ തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പൗലോസ് അങ്ങ് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല, ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റോറിൽ അരി തീർന്നിരിക്കുന്നു, ഇനി ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൗലോസ് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, പൗലോസേട്ടനല്ലേ ഏത് നേരവും കിച്ചണ് വിട്ടു കൊടുക്കാതെ ഇവിടെ നിൽക്കാറുള്ളത്, അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിലോ പൗലോസേട്ടൻ എങ്ങനെ അറിയാതിരിക്കുക, അതൊന്നും ഇങ്ങനെ ന്യായീകരിച്ച് രക്ഷപ്പെടുന്നതൊന്നും ശരിയല്ല, എനിക്ക് കൃത്യമായിട്ട് സാധനത്തിൻ്റെ കണക്കുകളും കഴിഞ്ഞ തവണ വാങ്ങിച്ചതും ഇത്തവണ വാങ്ങിച്ചതിൻ്റെ കണക്കുകളും കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരണം, എന്തൊക്കെയോ അഴിമതി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ പപ്പയെ പറ്റിച്ച് ഇവിടെ ജീവിക്കാമെന്ന് ആരും കരുതണ്ട, എന്താ സംഭവിച്ചത് എന്നുള്ളത് പറ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ പപ്പയെ ഇടപെടിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പൗലോസ് ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, അയ്യോ കുഞ്ഞെ ആരോടും പറയരുത്, അത് കടക്കാരനും ഞങ്ങളും ചേർന്ന് ചെറിയ രീതിയിലൊക്കെ പൈസ അധികം എടുക്കാറുണ്ട്, അത് കേണൽ സാറിന് പ്രശ്നമില്ല, അപ്പോൾ പിന്നെ എന്താ കുഞ്ഞിനെന്താ പ്രശ്നം, ഇപ്പോൾ 40 കിലോ അരിയാണെങ്കിൽ 50 കിലോ എന്നൊക്കെ എഴുതിയിട്ട് അതിൽ നിന്ന് മിച്ചം വരുന്ന ക്യാഷ് ഞങ്ങൾ എടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അലീനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇത്രയും വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കേണൽ സാറിനെ നിങ്ങൾ ചതിക്കുകയാണോ, ഇതൊന്നും ശരിയായ രീതിയല്ല, നിങ്ങൾക്ക് ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിത്തരണമെന്നുണ്ടെങ്കിൽ പപ്പയോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ നിൽക്കുന്നത്, കള്ളന്മാരെയും കളവ് പറയുന്നവരെയും ഒന്നും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല, അത് എനിക്കും ഇഷ്ടമല്ല, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, ഞാൻ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പറയുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പൗലോസ് കാല് പിടിക്കാൻ, അയ്യോ കുഞ്ഞ് ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്ന കാര്യം ചെയ്യല്ലേ, ഞങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയാഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതായി, ഇനി ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി എല്ലാ കാര്യത്തിലും എൻ്റെ മേൽനോട്ടം ഉണ്ടാകും, അതുകൊണ്ട് അതനുസരിച്ച് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്.